ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഏകദേശം 14 മണിക്കൂറായിട്ട് ഒരു ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇനിയും 2 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കയറാൻ പറ്റൂ. ഗുയിസ് അങ്ങനെ ഇന്തോനേഷ്യയിലേക്കുള്ള ബോർഡിംഗ് പാസ് കിട്ടിയിട്ടോ. അപ്പം ഇതൊക്കെ ഈ പാസ്പോർട്ടുകാർക്കൊക്കെ അല്ലെങ്കിൽ ലോങ് ടേം വിസ ഉള്ളവർക്കൊക്കെ ഇതൊന്നും ഇമിഗ്രേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ആ വഴിക്ക് അങ്ങ് പോയാൽ മതി. പാസ്പോർട്ടിൽ സ്റ്റാമ്പോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഗുയിസ് അപ്പോൾ എത്തിയിട്ടോ, ഇന്തോനേഷ്യ ജക്കാർത്തയിലെത്തി. ഈ ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ല എന്നല്ലേ, പിന്നെ എന്തിനാ ഇതിന് ഇത്രയും പേര് ഇടുന്നത്? വാടക ഭയങ്കരമായിരിക്കും, റെൻറ്റ് നല്ലോണം കൊടുക്കേണ്ടി വരും. മലേഷ്യയിൽ എത്തിയതിന് ശേഷം ഫസ്റ്റ് ടൈം ആട്ടോ ഞാനൊരു നല്ല ഫുഡ് കഴിക്കുന്നത്, ലക്ഷറി ഫുഡ് കഴിക്കുന്നത്. ഇതുവരെ ആകെ കഴിച്ചത് ആ ഇർഫാൻ ഹോട്ടലിൽ പോയിട്ട് മറ്റേ ഇതില്ലേ എന്താ പറയുക, ചോറ്, അതാണ് മെയിനായിട്ട് കഴിച്ചത്. പിന്നെ ബ്രെഡും മറ്റേ സാധനമൊക്കെ പെരുന്നാളിന് പോലും കിട്ടോ. ഇപ്പോൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഒരു കൊതി കയറി വാങ്ങിയതാണ്. പക്ഷെ നല്ല പൈസ ഇങ്ങനെ ചിലവാക്കുന്നത്. ഞാൻ ഇവിടെ വൈഫൈക്ക് കൂടി വന്നതാണ്, അവിടെ നെറ്റില്ല, എൻ്റെ മറ്റൊന്നും കണക്റ്റ് ആകുന്നില്ല. ഇടങ്ങേറ ചെറിയ ബർഗർ കേട്ടോ, വളരെ ചെറുത്. എനിക്കൊന്ന് ജസ്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 300 റുപ്യേൻ്റെ അടുത്ത് ആയി. ഇപ്പോൾ ഡോ3ൻ്റെ മുമ്പിലെത്തി. ഇവിടെ നമുക്ക് ടെർമിനൽ 1 ഫ്രീ ആയിട്ട് ബസ് കിട്ടും. ഇനി ഫ്രീ അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ക്യാഷ് കൊടുക്കാം. 2 റിംഗർ എങ്ങാനേ ഉള്ളൂ. അപ്പോൾ നാട്ടിലൊരു 35 റുപ്യ. നമ്മളപ്പോൾ എയർപോർട്ടിലെത്തിയിട്ടോ. ഇത് ടെർമിനൽ 1 ആണ്. അപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഫ്ലൈറ്റൊക്കെ പോകുന്നത് ഈ ഒരു ടെർമിനലിൽ കൂടാണ്. അവിടെ ടെർമിനൽ 2 കൂടുതലും ക്ലിയാറ്റോ എന്നാണ് പറയുക. അവിടെ കൂടുതലും എയർ ഏഷ്യ ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇത് ഏകദേശം തായ്ലൻഡ് സുവർണഭൂമി എയർപോർട്ട് പോലെ തന്നെയുണ്ട്. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നത് സെയിം കോപ്പി, പക്ഷേ ആകാശം ഒരു മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഗുയിസ് അങ്ങനെ ഇന്തോനേഷ്യയിലേക്കുള്ള ബോർഡിംഗ് പാസ് കിട്ടിയിട്ടോ. അപ്പോൾ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് ഫ്ലൈറ്റ് കയറും. പിന്നെ ഇവിടെ നല്ല ചെക്കിങ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ലോണം ചെക്കിങ് ഉണ്ട്. കാര്യം റെക്കോർഡായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ എന്തായാലും സബ്മിറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും മാൻഡേറ്ററി ആണ്. എന്തായാലും ഇവിടുന്ന് മലേഷ്യയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. മലേഷ്യയിൽ നിന്ന് കയറുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ഇപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാര്യം ഡയറക്റ്റ് ഇപ്പോൾ ഇന്തോനേഷ്യയിലേക്ക് പോകുകയാണെങ്കിൽ എന്തായാലും ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടില്ല. കൂടുതലും മലേഷ്യ ടച്ച് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് മാത്രമേ കിട്ടൂ. അപ്പോൾ അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. അതായത് കേരളത്തിൽ നിന്ന് ആദ്യം നിങ്ങൾ മലേഷ്യ വരിക, മലേഷ്യയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഇവിടെ വിസയുടെ ആവശ്യമൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു 2-3 ദിവസമൊക്കെ ഇവിടെ നല്ലോണം വിസിറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ എന്തോരം എമൗണ്ട് ആവും, ഏകദേശം ഒരു 2500 അല്ലെങ്കിൽ ഒരു 3000 രൂപക്ക് സുഖമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3 ഡേയ്സ് എൻ്റെ അഭിപ്രായത്തിൽ. പിന്നെ നിങ്ങൾ കൊലാലംപൂരിൽ നിന്ന് ജക്കാർത്തയിലോട്ടോ അല്ലെങ്കിൽ ബാലിയിലോട്ടോ ഫ്ലൈറ്റ് കയറാം. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇമിഗ്രേഷനിൽ എന്തായാലും അവർ ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ കേരളത്തിൽ നിന്ന് കയറാത്തത് കൊണ്ട് എനിക്കത് കറക്റ്റ് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഞാനൊന്ന് നിസ്കരിക്കാനും കൂടെ പോവാം കേട്ടോ. ഇത് മെക്ഡൊണാൾഡ് ഞാനത് ഇത് ചെയ്താ എന്താ പറയുക, ഒഴിവാക്കിയതാ. കേസപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ടൈമുണ്ട്. 8:45 ഫ്ലൈറ്റ്. ഒരു 7 സംതിങ്ങിന് നമ്മൾ ഉള്ളിൽ കയറേണ്ടി വരും. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ ഉള്ളിൽ കയറിയാലും പണിയാണ്. പിന്നെ നമുക്ക് ഈ ഇമിഗ്രേഷൻ കഴിഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ എയർപോർട്ടിൽ തന്നെ നിന്നാൽ മതിയല്ലോ ഒക്കെ തോന്നും. പക്ഷേ പുറത്തിപ്പോൾ ജസ്റ്റ് ഒരു 10 രൂപയുള്ള ചായ ആണെങ്കിൽ ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറുന്ന നേരം അപ്പോൾ ചായൻ്റെ വില ചിലപ്പോൾ 25-30 രൂപയായിരിക്കും. അതാണ് പ്രശ്നം. ഒരു ജസ്റ്റ് ഒരു ബൗണ്ടറി കടന്നു കഴിഞ്ഞാൽ അത്രയും ഒരു മാറ്റമുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ പാസ്പോർട്ടുകാർക്കൊക്കെ അല്ലെങ്കിൽ ലോങ് ടേം വിസ ഉള്ളവർക്കൊക്കെ ഇതൊന്നും ഇമിഗ്രേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ആ വഴിക്ക് അങ്ങ് പോയാൽ മതി. പാസ്പോർട്ടിൽ സ്റ്റാമ്പോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എനിക്ക് ക്യാമറ കുറച്ച് നേരത്തേക്ക് ഓഫായി കിട്ടോ. ഇമിഗ്രേഷൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അയാൾ വേഗം വിട്ട് സ്റ്റാമ്പ് ചെയ്ത് തന്ന്. ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അത് ഡിഫിക്കൽട്ടാണ്. ഈ ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ ടാക്സ് ഇല്ല എന്നല്ലേ, പിന്നെ എന്തിനാ ഇത്രയും പേര് ഇടുന്നത്? വാടക ഭയങ്കരമായിരിക്കും, റെൻറ്റ് നല്ലോണം കൊടുക്കേണ്ടി വരും. ഏകദേശം 37 ഗേറ്റ് വരുന്നുണ്ട് കേട്ടോ.
അതുമല്ല അതിലും കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ എത്തേണ്ട 21. എൻ്റെ ഗേറ്റിലേക്ക് പോകട്ടോ ബസ്സിൽ. ഇപ്പോൾ ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഏകദേശം 14 മണിക്കൂറായിട്ട് ഒരു ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇനിയും 2 മണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കയറാൻ പറ്റൂ. അപ്പോൾ ഇതിൽ കുറേ ലാഭമുണ്ട്, അതുപോലെ കുറേ ലോസും ഉണ്ട്. ലോസല്ല, ഫുഡ് കഴിച്ച് കുറേ പൈസ തീർന്നിരിക്കും എയർപോർട്ടിൽ നിന്ന്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെ ഒരു ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാട്ടോ, എൻ്റെ ഗേറ്റിൻ്റെ നേരെ ഫ്രണ്ടിലാണ് C21. കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. C1 മുതൽ C37 വരെ ഉണ്ട്, 37 വരെ ഉണ്ട്. എന്തായാലും ഇവിടെ ലോഞ്ച് ഉണ്ട് കേട്ടോ. പിന്നെ ആ ലോഞ്ചിൽ ഞാൻ കയറിയില്ല. ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കാം, കിട്ടിയാലോ. എയർപോർട്ട് എന്തായാലും അടിപൊളി കേട്ടോ. ഇത് കാണുന്നവരൊക്കെ എന്താ ഓർമ്മ വരുന്നത് അറിയോ? നമ്മൾ വൈസിറ്റി GTA 5 കളിക്കില്ലാനോ, GTA കളിക്കില്ലാനോ ആൻഡ്രോയിഡ് ഫോണിൽ. അപ്പോൾ അതിൽ മാളിൽ കയറിയാൽ ഇതുപോലത്തെ ഒരു മ്യൂസിക്കും ഉണ്ടാവും, അതുപോലത്തെ അങ്ങനത്തെ ബിൽഡിങ്ങും ഉണ്ടാവും. കറക്റ്റ് ഒരു മാറ്റമില്ല. ക്വിസ് അപ്പോൾ കയറാൻ പോകാട്ടോ. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് പഴയതുപോലെ ഇത് കുറച്ചുകൂടി മാറ്റം ഉണ്ടല്ലോ. പിന്നെ എയർപോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഇതാണ്. അങ്ങനെ വരാൻ വയ്യില്ല. ചൈന റഷ്യക്കുള്ള ലഗേജ് കണ്ടില്ലേ, എടുത്തെറിയാം അങ്ങോട്ട്. ഇത് എന്തായാലും ഞാൻ കൂടുതലും ക്യാരി ബാഗ് ആയിട്ട് തന്നെ കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ ഇത് 7 kg ആണ് അവർ പറയുന്നത്. പക്ഷേ എൻ്റേതൊരു 9 kg 10 kg ഒക്കെ ആവാറുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറേ ലഗേജ് ഞാൻ ഒഴിവാക്കി കേട്ടോ. ഇത് ഫ്ലൈറ്റിൽ കയറാൻ നേരം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ഫ്ലൈറ്റിൽ കയറി കൽക്കട്ടയിൽ നിന്നെങ്ങാൻ അന്ന് കുറേ ലഗേജ് ഒഴിവാക്കി. സത്യം പറഞ്ഞാൽ മടുത്ത് കിട്ടുമോ, ഇനി പോകാനാകുന്നില്ല ഫ്ലൈറ്റിൽ. കണ്ണും മൂക്കൊക്കെ വേദനയാവും. ഗുയിസ് അപ്പോൾ എത്തിയിട്ടോ. ഇന്തോനേഷ്യ ജക്കാർത്തയിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വിസ കാര്യങ്ങളൊക്കെ ഒന്ന് ആപ്ലിക്കേഷൻ കൊടുക്കുകയൊക്കെ വേണം. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ഇമിഗ്രേഷൻ നോക്കട്ടെ എന്തെന്നൊക്കെയാണ്, എത്ര ക്യാഷ് ആകും, അതുപോലെ വിസ കിട്ടുമോ ഒക്കെ എല്ലാം നോക്കും. ഇത് മലേഷ്യ പോലെ അല്ല കേട്ടോ, നമ്മുടെ കോഴിക്കോട് പോലെ. അത്രക്കൊരു ഇവിടെ അറബി ലാംഗ്വേജ് ഉണ്ട് കേട്ടോ. നമുക്ക് പോകേണ്ടത് വിസ അറൈവലിലേക്കാട്ടോ, ഓൺ അറൈവലിലേക്കാണ്. അപ്പോൾ ഇമിഗ്രേഷൻ ഇവിടെ ഉണ്ട്. ഓല് പറയും ഇമിഗ്രസിന്നാ ജവാസാത്ത് എല്ലാ സംഭവം ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ 10 മണി ആയിട്ടേ ഉള്ളൂ. മലേഷ്യയിൽ ഏകദേശം 11 മണി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളതാ നാട്ടിൽ കുറച്ചും കൂടെ ഇതൊരുപാട് നടക്കാനുണ്ട് കേട്ടോ. അത്ര എളുപ്പമല്ല. പക്ഷെ സൈഡിൽ നേരത്തെ ഉണ്ട്, പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും വലിയൊരു ഇടങ്ങാറൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് മറ്റേ അക്കരയിൽ ദാസനും വിജയനും നടന്നും കാട്ടി വിജയനാണ് കുത്തിരിക്കും. എനിക്ക് വയ്യ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുപോലെയാണ് നമുക്ക്. അതുകൊണ്ട് നേരെയുള്ള ഇത് കിട്ടും, എന്താ പറയുക, ലിഫ്റ്റ് കിട്ടും. അപ്പോൾ അതിലങ്ങ് പോവാം. ലിഫ്റ്റ് മീൻസ് ഒരാളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതല്ലേ, അതിവിടെ ചെയ്യുന്നുണ്ട്, ക്യാരി കൊണ്ടുപോകുന്നുണ്ട്. വിസ ഉണ്ടോ? വിസ ഓൺ അറൈവൽ ഡയറക്റ്റ് അടിച്ചിട്ട് നമുക്ക് അവിടെ വിസ ഓൺ അറൈവലിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടാവും. അവിടെ പോവുക. അവിടെ പോയിട്ട് നമ്മൾ ഒരു പാസ്പോർട്ട് കൊടുക്കുക, ജസ്റ്റ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പേയ്മെൻറ്റും കൊടുക്കുക. പിന്നെ ഇമിഗ്രേഷനിലോട്ട് പോവുക, അവിടെ നിന്ന് സ്റ്റാമ്പ് ചെയ്ത് തരുന്നതാണ് പറഞ്ഞത്. അവിടെ പോയി നോക്കട്ടെ കിട്ടുമല്ലേ. പക്ഷേ ഇപ്പോൾ വിസ കിട്ടിയിട്ടോ. സംഭവം ഞാൻ കളർഫുള്ളായാണ് എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷേ ഇതാണ് കിട്ടിയത്. അതിന് മാത്രമൊന്നും ഇല്ല. ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നല്ല ഏതെങ്കിലും കിട്ടാൻ മതി. എയർപോർട്ട് അടിപൊളി വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്നും കൂടി മാറിയപ്പോൾ. പിന്നെ ഇവിടെ ചെറിയൊരു ഡിക്ലറേഷൻ ചെയ്യാനുണ്ട് കേട്ടോ. നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അത്രയേ ഉള്ളൂ. എന്നാണ് തിരിച്ചു പോകുന്നതെന്ന് ചോദിച്ചില്ല. മലേഷ്യ എന്നാൽ കറക്റ്റ് ചോദിച്ചിരുന്നു കേട്ടോ, എന്ന് തിരിച്ചു പോകും അങ്ങനത്തെ കറക്റ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചോദിച്ചിരുന്നു. പക്ഷേ ഇവിടെ അത്രയൊന്നുമില്ല. ജസ്റ്റ് നമ്മളെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും.
ഇവിടെ ഇൻ്റർനെറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ. ഏകദേശം 2000 രൂപയുടെ അടുത്ത് വരും ഒരു 15 GB. ഞാൻ തൽക്കാലം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, അപ്പോൾ പിന്നെ എന്തായാലും വേണം, അത്യാവശ്യമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഹോട്ടലിലേക്ക് ഏകദേശം 31 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാനത് ബസ്സിൽ കയറി പോകാമെന്ന് വിചാരിക്കുകയാണ്. ടാക്സി ഭയങ്കര എക്സ്പെൻസീവാണ്, ബസ്സും എക്സ്പെൻസീവ് ആട്ടോ. ബസ് ഏകദേശം 31 കിലോമീറ്റർ ഓടുന്നതിന്. ഇതിന് സ്റ്റോപ്പൊക്കെ കുറവാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 83,000 അല്ലെങ്കിൽ 80,000 റുപ്യ വേണ്ടി വരും. കംബോഡിയ അല്ല, ഇതിൻ്റെ കറൻസി റുപ്പിയാണ്, ഇന്തോനേഷ്യ കറൻസി റുപ്പിയാണ്. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 200, നമ്മുടെ നാട്ടിലെ 1 രൂപ ഇവിടെ ഏകദേശം ഒരു 200 രൂപയോളം വരും. ഉള്ളത് 11:15 കേട്ടോ സിറ്റിയിലേക്ക്. അപ്പോൾ അതുവരെ എയർപോർട്ടിൽ ഇങ്ങനെ നിൽക്കുക. 11:15 11:45. ഇപ്പോൾ 11:15 ആയിട്ടുള്ളൂ. 1 മണിക്കൂർ കൂടുന്നവരാണ് ബസ്സുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, സമയമുണ്ടല്ലോ. ബസ് സ്റ്റേഷൻ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലാട്ടോ. ഞാനിങ്ങനെ നോക്കിക്കലേ ഉണ്ടാവുകയാണ്. എന്തായാലും 1 മണിക്കൂർ കഴിയും അവിടെ